കോളേജിൽ പഠിക്കുന്ന മകളും അമ്മയും തനിച്ച് താമസിക്കുന്ന വീട്. ഭർത്താവ് ഇവിടെ ഇല്ല. പക്ഷേ അമ്മയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. മകൾക്ക് പ്രശ്നങ്ങളുണ്ടോ? നമുക്കതറിയാൻ വേണ്ടി പ്രിയമതയുടെ മെല്ലിക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രിയമത, യഥാർത്ഥ പേരല്ല. എൻ്റെ ഭർത്താവ് വളരെ വർഷക്കാലമായി ഒരു ആഫ്രിക്കൻ കൺട്രിയിലെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനും ഭർത്താവിൻ്റെ കൂടെ ആഫ്രിക്കയിലായിരുന്നു. എൻ്റെ മകൾക്ക് 5 വയസ്സുള്ളപ്പോൾ എനിക്കും മകൾക്കും നാട്ടിലേക്ക് വരേണ്ടി വന്നു. അത് എൻ്റെ അമ്മയ്ക്ക് ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായത് മൂലമാണ്. പിന്നീട് ഞങ്ങൾ പോയില്ല, നാട്ടിൽ തന്നെയായിരുന്നു. ഭർത്താവ് പറ്റുമ്പോഴൊക്കെ വരും, ചിലപ്പോൾ വർഷത്തിൽ 2 തവണ അല്ലെങ്കിൽ 1 തവണ. എൻ്റെ അച്ഛൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചിരുന്നു. പിന്നെ അമ്മയും കുറേ കാലം കഴിഞ്ഞപ്പോൾ മരിച്ചു. എൻ്റെ വീട് എനിക്ക് കിട്ടി. ഞാനാണ് ആ വീട്ടിലെ ഏറ്റവും ഇളയത്. അതുകൊണ്ട് തന്നെ പുതിയ വീട് വെക്കേണ്ടി വന്നില്ല. ഭർത്താവിന് അനിയനുണ്ട്. അപ്പോൾ അവരുടെ വീട് അനിയനും പോകും. ഞാൻ എൻ്റെ വീട്ടിൽ താമസം ആരംഭിച്ചു. എനിക്ക് സഹോദരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തറവാട്ട് വീടിൻ്റെ അവിടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ വളരെ കുറവാണ്. ഞാൻ തനിയെ വേണം എല്ലാ കാര്യത്തിനും പോകാൻ വേണ്ടി. അതുകൊണ്ട് കുറച്ച് തൻ്റെ ഇടമൊക്കെ എനിക്ക് വന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നീ എന്തുകൊണ്ടാണ് ഭർത്താവിൻ്റെ കൂടെ പോയി ആഫ്രിക്കയിൽ സ്ഥിരമായി താമസിക്കാനുള്ള അവസരം വിട്ടിട്ട് ഇവിടെ താമസിക്കുന്നതെന്ന്. അതിന് മെയിൻ കാര്യം, എൻ്റെ ഹസ്ബൻഡ് കൂടെ താമസിച്ചിട്ട് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം, അദ്ദേഹത്തിന് സ്നേഹമൊന്നും പ്രകടിപ്പിക്കാൻ അറിയില്ല. എന്നാൽ വഴക്കും വെക്കാനുമില്ല. പണമൊക്കെ നന്നായിട്ട് തരികയും ചെയ്യും. നമ്മളുടെ കൂട്ട് പുള്ളിക്ക് വേണമെന്ന് ഒരാവശ്യവുമില്ല. തനിയെ പാചകം ചെയ്യും. വേണമെങ്കിൽ നമ്മളെ കൂടെ സഹായിക്കും. അതൊക്കെ നല്ല ശീലങ്ങളാണെങ്കിലും ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീക്ക് എന്താണോ വേണ്ടത്, സ്നേഹം, സ്വാതന്ത്ര്യം, പരിചരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി കുറവാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും ഒരു വൈബില്ല. പക്ഷേ വൈബില്ലാത്തത് വേറെ ചില കാര്യങ്ങൾക്കാണെന്ന് മാഡത്തിന് മനസ്സിലായല്ലോ. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. വഴക്കുണ്ടാക്കാൻ പുള്ളി നിൽക്കുകയില്ല. പക്ക ജെന്റിൽമാനാണ്. പക്ഷേ താല്പര്യക്കുറവ് നല്ലതുപോലെയുണ്ട്. പുള്ളിയൊന്നും വിവാഹം കഴിച്ച് ജീവിക്കേണ്ട ആളല്ലെന്ന് ഞാൻ എപ്പോഴും പറയും. അതൊക്കെ പറഞ്ഞാലും പുള്ളി പറയും, ഇത്രയൊക്കെ മതി വിവാഹ ജീവിതത്തിൽ, ഞാൻ സംതൃപ്തനാണെന്ന്. ഞാൻ സംതൃപ്തിയല്ലെന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറഞ്ഞില്ല. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കുഴപ്പം സഹിക്കേണ്ടി വരും. ഞാൻ എൻ്റെ കൂട്ടുകാരികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരും പറഞ്ഞു, ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? സമൂഹത്തിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നാട്ടിൽ കഴിയുകയായിരുന്നു. ഈ വർഷം അത്രയും ഭർത്താവ് വരുമ്പോൾ നന്നായി പെരുമാറിയാലും ഇല്ലെങ്കിലും ഞാനൊന്നും പറയാറില്ല. അന്നത്തെ കാര്യങ്ങൾ അന്ന് നോക്കി, മകളെ നോക്കി ഞാൻ ജീവിച്ചു. അത്യാവശ്യം സഹകരണമുള്ള ആൾക്കാരോട് മാത്രമേ ഞാൻ മിണ്ടുള്ളൂ. ബാക്കി കാറും എടുത്ത് പോയിട്ട് കാറിന് തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള സഹകരണം വളരെ വളരെ കുറവാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് പ്രേമം തോന്നിയിരുന്നു. പക്ഷേ അതൊന്നും സാർത്ഥകമായില്ല. അതിൻ്റെതായ ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഒന്നും പുറത്ത് ഭാവിക്കാതെ മകളുടെ ജീവിതം നോക്കി ഞാൻ ജീവിച്ചു. ഇതിനിടയ്ക്ക് അവൾ കോളേജിലെത്തി. ഇപ്പോൾ 3-ാം വർഷത്തിലേക്ക് കയറാൻ പോകുന്നു. +2 വരെ വീടിനടുത്തുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ കണ്ണോട്ടം, എത്തും, അധ്യാപകരെല്ലാം എനിക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റമുണ്ടായി. കാര്യം, നേരത്തെ എന്നെപ്പോലെയായിരുന്നു. അധികം ആളുകളുമായിട്ട് സഹകരിക്കില്ല, അല്ലെങ്കിൽ സംസാരിക്കില്ല. കോളേജിൽ പോയ പിന്നെ പെണ്ണിന് അടിപൊളി മാറ്റമായി. ആവശ്യമില്ലാത്ത മരം കയറിത്തരമൊക്കെ ഇപ്പോഴാണ് വന്നത്. ചെറുപ്പത്തിൽ അങ്ങനെയൊന്നുമില്ല. ഓവറായി ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. പല ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇത് അനുവദനീയമല്ല, എനിക്കതിഷ്ടമല്ല. ഞാനും നീയും തന്നെ താമസിക്കുന്ന വീടാണ്. അവിടേക്ക് കൂട്ടുകാരാണെന്ന് പറഞ്ഞ് ആൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വരരുത്, പെൺകുട്ടികളെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. ആഫ്രിക്കയിലെ സ്വഭാവമാണ് അമ്മയ്ക്ക് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കത് കേട്ട് ദേഷ്യം വന്നു. ഞങ്ങൾ തമ്മിൽ ഈ കാലയളവിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയത് ഇപ്പോൾ മാത്രമാണ്. അവൾ കോളേജിൽ പോയതിൽ പിന്നെ. അവളുടെ അച്ഛൻ വിളിക്കുമ്പോൾ അവൾ കുണുങ്ങുകയും ചിണുങ്ങുകയും എന്നെപ്പറ്റി കംപ്ലൈൻറ്റ് പറയുകയും ചെയ്തു. അപ്പോൾ മകൾക്ക് അനുകൂലമായി ഭർത്താവ് സംസാരിച്ചെങ്കിലും എന്നോട് ഒന്നും പറഞ്ഞില്ല. എൻ്റെ വായിൽ നിന്ന് കേൾക്കുമെന്നറിയാം. അവളുടെ അടവുകളൊന്നും ഫലിക്കാതായി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, അമ്മ, എങ്കിൽ ഒരു കാര്യം ചെയ്യുക, അമ്മയ്ക്ക് തന്നെ ജീവിക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്നോട്ടെ എന്ന് ചോദിച്ചു. അതിന് ഞാൻ സമ്മതിച്ചില്ല. എങ്കിൽ ഞാൻ അവരുടെ ഹോസ്റ്റലിൽ വല്ലപ്പോഴും പോയി നിൽക്കട്ടെ, അവരുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറ്റില്ല, അതൊന്നും നടക്കില്ല. വേണമെങ്കിൽ 1-2 അടുത്ത ഫ്രണ്ട്സിനെ വീട്ടിൽ കൊണ്ടും താമസിപ്പിച്ചു, അതും പെൺകുട്ടികളെ. അങ്ങനെയാണ് ഒരു ദിവസം നന്ദനയാണ് അടുത്ത കൂട്ടുകാരി എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുവന്നത്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇതാണാണോ പെണ്ണാണോ എന്ന് പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാര്യം, ആണുങ്ങളുടെ സ്റ്റൈലിലാണ് ആ പെൺകുട്ടിയുടെ നടപ്പ്. ഒട്ടും മുടിക്ക് നീളവില്ല, എല്ലാം ബോയ് കട്ടൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു മരം കയറി പെണ്ണ്.
ടോംബോയ്സ് ടൈപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നല്ല സ്വഭാവമാണ്, പഠിക്കുന്നതാണ്, ഒത്തിരി അക്കാദമിക്കലായിട്ട് ഗുണമുണ്ട് എന്നൊക്കെ അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മിണ്ടിയില്ല. രണ്ടുപേരും തമ്മിൽ ഒത്തിരി സൗഹൃദമാണ്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൾ ആണുങ്ങൾ ചെയ്യുന്ന പണികളൊക്കെ ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ വിറക് കീറാൻ പറഞ്ഞെന്ന് പറഞ്ഞാലും കീറും. അങ്ങനെയായപ്പോൾ ഞാൻ ഓർത്തു, കുഴപ്പമില്ല, വന്നു കഴിഞ്ഞാലും ഒരാണിൻ്റെ പണി എടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ പോകെ പോകെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവളുമാർ രണ്ടുപേരും കൂടി ഞാൻ വിചാരിക്കുന്ന ബന്ധമൊന്നുമല്ല, കൂട്ടുബന്ധം മാത്രമല്ല, വേറെന്തൊക്കെയോ കൂട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ആകെ സംശയമായി. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഞാനിങ്ങനെ ഇൻ്റർനെറ്റും മറ്റ് കഥകളും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവളുമാർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രശ്നമാണെന്നും. ഞാൻ ഹസ്ബൻഡിനോട് സൂചിപ്പിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്കെല്ലാത്തിലും അങ്ങ് സംശയമാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കൂ. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും ഈ ലോകത്ത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, നീ ശ്രദ്ധിക്കണ്ട. അതൊക്കെ ചെറിയ പ്രായത്തിൽ തോന്നുന്ന ഒരു അട്രാക്ഷനാണ്, പിന്നെ അതങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞു. എന്നാലും അമ്മ മനസ്സല്ലേ, എനിക്കാണെങ്കിൽ ഇരിക്കപ്പുറതയില്ലേ. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവൾ വേറെ കോളേജിലെ പ്രൊഫസറാണ്. അവളെ ഒരു ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞടി, ഇതുപോലൊരു കാര്യമുണ്ട്. എൻ്റെ മോടെ കൂട്ടുകാരി ആണിനെപ്പോലെ ഡ്രസ്സ് ധരിച്ചാണ് നടക്കുന്നത്. ഏകദേശം അതേ സ്വഭാവമാണ്. പെണ്ണാണെന്ന് പേരേ ഉള്ളെന്ന് തോന്നുന്നു. രണ്ടുപേരും തമ്മിൽ അനാവശ്യമായ അടുപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ നീ ശ്രദ്ധിക്കണം, നിൻ്റെ സംശയം ശരിയാണ്. എന്തായാലും രണ്ടുപേരെ നീ ഒന്ന് നോക്കണം. അവളുമാരുടെ റൂം ഇടയ്ക്ക് നീ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്തൊക്കെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റില്ല. ഇത് മാത്രമായിരിക്കില്ല, മറ്റ് മയക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നീ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴേക്കും എൻ്റെ ഉള്ള ഫ്യൂസ് പോയി. ആകെ ഒരു പെൺകുട്ടിയുള്ളൂ. അവൾ വഴിവിട്ട് ഇത്തരം ബന്ധങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ അടിമയോ വല്ലതും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാകുമല്ലോ എന്നോർത്തിട്ട് ഞാൻ പതുക്കെ രണ്ടിനെയും സസൂക്ഷ്മം നോക്കാൻ തുടങ്ങി. പലപ്പോഴുമൊക്കെ വേറൊരു പെൺകുട്ടിയും വരും, ചൈതന്യ. പക്ഷേ അവളുമായിട്ട് എൻ്റെ മോൾക്ക് അത്ര വലിയ അടുപ്പമൊന്നുമില്ല. പഠിത്തമാണ് രണ്ടുപേരും കൂടി. ഇതങ്ങനെയല്ല, വരുമ്പോൾ തന്നെ മുറി അടയ്ക്കും. അതൊക്കെ എനിക്ക് നല്ല സംശയമുണ്ടാക്കി. എന്തായാലും ഇപ്പോഴത്തെ ജനലും വാതിലും ഒന്നും ഈ കാഴ്ചകളൊന്നും കാണാൻ പാകത്തിനല്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് ചാരിയിട്ടിരിക്കുമ്പോൾ പോയി ഒളിഞ്ഞു നോക്കും. ഒരു ദിവസം എൻ്റെ മകൾ കണ്ടു. അമ്മ എന്തിനാ വന്ന് ഒളിഞ്ഞു നോക്കുന്നത്, നേരെ നോക്കരുതോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നേരെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല, ഒളിഞ്ഞു നോക്കിയെങ്കിലേ നിൻ്റെയൊക്കെ തനി നിറം മനസ്സിലാകൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൾ എന്നെ സംശയരോഗിയാക്കി. ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് സംശയരോഗം ഉണ്ടെന്ന് വെച്ചോളൂ എന്ന് പറഞ്ഞ് തർക്കിച്ചു. ഒരു വട്ടം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരുടെയും നില അത്ര ശരിയായിരുന്നില്ല. കൈകളൊക്കെ ശരിയായ സ്ഥാനത്തല്ലെന്ന് എനിക്ക് തോന്നി. ഞാനൊന്ന് വഴക്ക് പറയുകയും ചെയ്തു. അതോടുകൂടി മോള് പറഞ്ഞു, അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, ആവശ്യമില്ലാതെ അങ്ങ് സംശയിക്കുകയാണ്, സംശയത്തിന് സൈക്കോളജിസ്റ്റിനെ കാണാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ഇസ്റ്റിനെയും കാണണ്ട, എനിക്കിതിൻ്റെയൊക്കെ അസുഖം മനസ്സിലായിടി എന്ന് പറഞ്ഞ് ഞാനൊന്ന് അലറി. അതുമാത്രമല്ല, ഈ നന്ദന എന്ന് പറഞ്ഞ പെണ്ണിനെ വഴക്ക് പറഞ്ഞാലും അവൾക്ക് പ്രത്യേകിച്ച് ഒരു ഭാവഭേദവുമില്ല, പിണക്കവുമില്ല. പിന്നെയും വരും. അങ്ങനെയുള്ള പെണ്ണിനെ എന്ത് ചെയ്യാനാണ്? ഒരു വട്ടം ഇതുങ്ങൾ രണ്ടുപേരും കൂടെ പോയി. വൈകുന്നേരം വരുമെന്നാണ് പറഞ്ഞത്. ഞാനെപ്പോഴും എന്തെന്നറിയാമോ, മുറിയെല്ലാം കയറിയൊന്ന് അരിച്ചു പറക്കി. അവളുടെ വലിയ അലമാരയുടെ കീ അവിടെ ഇട്ടിരിക്കുന്നതാണ്. ഇപ്പം നോക്കിയപ്പോൾ കാണുന്നില്ല, അതെല്ലാം പൂട്ടി വെച്ചിരിക്കുകയാണ്. അമ്പടി കേമി. എന്തായാലും എൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാം സ്പെയർ ഉണ്ടല്ലോ. ഞാൻ പോയി തപ്പിയെടുത്തു. പതുക്കെ ഞാൻ തുറന്നു നോക്കി. സംശയാസ്പദമായി ഒന്നും കണ്ടില്ല. ലോക്കർ ഞാൻ തുറന്നു. അപ്പോൾ 2 ലോക്കറുണ്ട്. ഒന്നിനകത്ത് സ്വർണ്ണമൊക്കെയാണ്, പിന്നെ പൈസയും കുറച്ചിരിപ്പുണ്ട്. അതൊക്കെ അവളുടെ അച്ഛൻ കൊടുക്കുന്നതാണ്. അടുത്തത് തുറന്നപ്പോഴില്ലേ മാഡം, ഞാൻ ഞെട്ടിപ്പോയി. എന്തായി ഇരിക്കുന്നത്? യോ, ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു പാക്കറ്റിൽ പല സൈസുള്ളത്. എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 5 എണ്ണമുണ്ട്. ഗ്ലാസ് പോലുള്ളതും പിന്നെ അല്ലാത്തതും മൃദുവായതും ഒക്കെ. ദൈവമേ, ഈ പെൺപിള്ളേർക്ക് ഇതെന്തിൻ്റെ കേടാണ്? അതും ഇത്രയും വലിയ സംഗതികളൊക്കെയാണോ ഇവളുമാരെ? ദൈവമേ, കല്യാണം കഴിക്കുമ്പോഴേക്കും ഭർത്താക്കന്മാർ സംശയിക്കില്ലേ? എന്തൊക്കെ ഈ നടത്തുന്നത്? പണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് വലിയ പേടിയായിരുന്നു. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയിക്കപ്പെടുമോ എന്നോർത്ത് അവർ മാക്സിമം എല്ലാം അടങ്ങി ഒതുങ്ങി നിന്നു. പണ്ടാണെങ്കിൽ ഒരു ദിവസമില്ലേ, ഒരു മുറത്തിൽ നിറയെ വഴുതനങ്ങ എൻ്റെ അമ്മ പറിച്ചോണ്ട് വന്നു. അപ്പോൾ എൻ്റെ വല്യമ്മയുടെ മോളോടെ നിൽപ്പുണ്ട്. ഞാനാണെങ്കിൽ അതിൽ മുഴുത്തൊരു വഴുതനങ്ങ എടുത്ത് കയ്യിലിങ്ങനെ മുഴുപ്പൊന്ന് നോക്കിയതാണേ.
അപ്പോഴേക്കും ചേച്ചി വന്ന് തട്ടിപ്പറിച്ചിട്ട് പറയുക, വേണ്ട വേണ്ട കേട്ടോ, കൂടുതൽ ഭംഗി നോക്കണ്ട, അവസാനത്ത് പ്രശ്നമാകുമെന്ന്. ഞാൻ ചോദിച്ചു എന്ത് പ്രശ്നം? ഓ, വിവാഹം കഴിക്കുമ്പോൾ നിനക്ക് ഭർത്താവ് സംശയിക്കുമെന്ന്. ഞാൻ ചോദിച്ചു എന്തിനാണ് വഴുതനങ്ങ എടുത്തന്നെ ഭർത്താവ് സംശയിക്കുന്നത്? അപ്പോഴാണ് പുള്ളിക്കാരി ചെവിയിൽ എന്നോട് പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞു അയ്യോ, എനിക്കങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നെന്ന്. നിൻ്റെ നോട്ടവും നിപ്പും കുറേ നേരമായിട്ട് ഒരു വഴുതനെങ്കിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായിടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയേച്ചി, എനിക്ക് അങ്ങനൊന്നുമില്ല, ചേച്ചിയുടെ തെറ്റിദ്ധാരണയാണെന്ന്. അപ്പോൾ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഇതിന് പകരം പല സാധനങ്ങളുമുണ്ട്, എൻ്റെ കൂട്ടുകാരികളൊക്കെ കോളേജിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു യോ ചേച്ചി എന്നോടൊന്നും പറയണ്ട, എനിക്ക് പേടിയാന്ന്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു നീ അഭിനയിക്കുന്ന വേണ്ട, നിൻ്റെ കൂട്ടുകാരികളും കണക്കാണ്, എനിക്ക് അവളമാരെ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞതാണ്. എനിക്കാണെങ്കിൽ പണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പുറകോട്ടാണ്. എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, മോളെ അടങ്ങി ഒതുങ്ങിയിരിക്കണം, നല്ലൊരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ നന്നായി ജീവിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അടങ്ങി ഒതുങ്ങിയാണ് ജീവിച്ചത്. പക്ഷേ കിട്ടിയത് നല്ല ഭർത്താവിനെ അല്ലെന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഭർത്താവ് സംശയിക്കുമോ, ഭാര്യ സംശയിക്കുമോ, നല്ലതായിരിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവരുടെ കാര്യങ്ങൾ നടക്കണം, അത്രയേ ഉള്ളൂ. എന്നാൽ ഇവളുമാർക്ക് കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടേ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആണുങ്ങൾ പോലും ഞെട്ടും. ഇതൊക്കെ അവസാനം എന്താകും? ദൈവമേ, അഗാധ ഗർത്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനുടനെ എൻ്റെ കൂട്ടുകാരെ വിളിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു എന്തായാലും ആണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കല്ലെന്ന് ആശ്വസിക്കാം, എന്നാലും ഇത് അതിനപ്പുറമുള്ള മറ്റു കാര്യങ്ങളായിരിക്കും, വരുമ്പോൾ ചോദിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ എല്ലാം അടച്ചു വെച്ചു. പക്ഷേ ഈ ഒരു കാര്യം മാത്രം അവളുടെ വിരിച്ച കട്ടിലിൽ അവൾ കാണുക വെച്ചിട്ടാണ് ഞാൻ കഥ കടച്ചത്. വരട്ടെ, വരുമ്പം എന്നോട് ചോദിക്കും, ഇന്നിവിടെ യുദ്ധം നടക്കും, ഇന്നെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു ചോദിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂടെ ഉല്ലസിച്ച് കൈകോർത്ത് വന്ന് വീടിനകത്തേക്ക് കയറി മുറിക്കകത്തേക്ക് പോയി. അകത്ത് ചെന്നപ്പോൾ ആകെ നിശബ്ദത കണ്ടുവെന്ന് മനസ്സിലായി. മകൾ പമ്മി അടുക്കളയിലേക്ക് വന്നു. ഞാനൊന്നും മിണ്ടിയില്ല. അവൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, അമ്മ എന്തിനാ എൻ്റെ ലോക്കർ തുറന്നത്? ഞാൻ പറഞ്ഞു ലോക്കർ തുറക്കാതെ, അത് എൻ്റെ ഭർത്താവ് മേടിച്ച ലോക്കറല്ലേ, എനിക്ക് തുറക്കാം. അപ്പോൾ അവൾ പറയുകയാണ്, അമ്മേ അതെൻ്റെ അല്ല, നന്ദനയുടെയാണ്. ആ കൊള്ളാം, ആരുടെയാണെങ്കിലും നന്നായിട്ടുണ്ട്. പിന്നെ മോളെ, ഇതൊന്നും ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കരുത്. കാര്യം വേലിപ്പത്തിലൊക്കെ അടുത്ത് നിൽപ്പില്ലേ, അതൊക്കെ ചെത്തി മിനിക്കങ്ങ് എടുക്കണം, അതായിരിക്കും ഇതിനേക്കാൾ നല്ലത്. വെറുതെ എന്തിനാണ് പൈസ കൊടുത്ത് ഇത്രയും പ്രശ്നമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മോള്, അമ്മ അങ്ങനെയൊന്നുമല്ല, അമ്മയ്ക്ക് അറിയില്ല, ഇപ്പോഴില്ലേ എല്ലാ ആൾക്കാരും ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ആണുങ്ങളുടെ കൂടെ കറങ്ങി നടന്നാലല്ലേ പ്രശ്നങ്ങളും രോഗങ്ങളും മാനക്കേടൊക്കെ ഉണ്ടാകുള്ളൂ. ഇതാകുമ്പോൾ സെൽഫായിട്ടുള്ള കാര്യങ്ങളാണ്, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകില്ല. സേഫായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നടത്തിയെടുക്കുകയും ചെയ്യാം. ആഹാ, അപ്പോൾ ഇത്രയും നേരം നന്ദനയായിരുന്നു ഉത്തരവാദി. ഇപ്പം നിൻ്റെ പറച്ചിൽ കേട്ടിട്ട് നിനക്ക് ഉപയോഗക്രമങ്ങളൊക്കെ അറിയാമല്ലോ. അത് പിന്നെ അവളാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവൾ എന്നോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞതനുസരിച്ചിട്ട് ഞാനും ട്രൈ ചെയ്ത് നോക്കി. എടി സത്യം പറഞ്ഞോണം, അവൾക്ക് ഒരാണിൻ്റെ രൂപവും ഭാവമൊക്കെയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? സത്യം പറഞ്ഞോ, നിങ്ങൾ തമ്മിൽ മറ്റേ കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൾ സമ്മതിച്ചു. അങ്ങനെ പറയാൻ പറ്റില്ല, അവൾ എനിക്ക് വേണ്ടി സഹായിക്കും, ഞാൻ അവൾക്ക് വേണ്ടി സഹായിക്കും. എന്നാലും ഇത് ഇത്തിരി വലിയ സഹായമായി പോയി. എടി പെണ്ണെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി മൈക്ക് 10 തയ്യലിടേണ്ടി വരും. അത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കണ്ടല്ലോ. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നേ. അമ്മേ, അത് എനിക്ക് സ്യൂട്ടബിൾ ഒന്നുമല്ല, അവളുടേതാണ് ആ വലിയ കാര്യങ്ങളൊക്കെ, അതൊന്നും എൻ്റേതല്ല. അപ്പോൾ അവളിത് തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നർത്ഥം. അല്ല, കെട്ടാൻ പോകുന്ന ചെക്കൻ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും, മിക്കവാറും അവൻ മയങ്ങി വീഴും. അവൾക്ക് സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അത് ശരിയാ, അവൾക്ക് ആണുങ്ങളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. നിനക്കെങ്ങനെയാ? നിങ്ങൾ രണ്ടുപേരും കൂടാണോ കല്യാണം കഴിക്കുന്നത്? എന്താ അച്ഛനോട് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞു, ഏയ് അങ്ങനൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അവസാനം പത്രത്തിൽ പേര് വരരുത്, ചാനലുകാർ നിങ്ങളെ സ്പെഷ്യൽ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നിങ്ങൾ ഭാവിയിൽ പ്രശസ്തരാകരുത്. ഒന്ന് പോവാമേ. അങ്ങനൊന്നുമില്ല. അവൾ പിന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ചേർന്നേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ശരിക്കും നല്ലൊരു ചെക്കനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു ചെക്കനെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എടി, അങ്ങനെയാണെങ്കിൽ അടങ്ങിയൊതുങ്ങിയിരിക്കണം. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ എടുത്ത് 5ാമത്തെ ആകുമ്പോഴേക്കും വരുന്ന ചെക്കൻ മിക്കവാറും ബോധം കെട്ട് വീഴും എന്ന് ഞാൻ പറഞ്ഞു. അമ്മ
അമ്മ അങ്ങനെയൊന്നുമില്ല, ഞാൻ സൂക്ഷിച്ചും കണ്ടുവേണം. എടി നിന്നെയൊന്നും വിശ്വസിക്കാനേ പറ്റില്ല. അതിലേക്ക് ഒളിഞ്ഞു നോക്കിയപ്പോൾ നീ എന്താ പറഞ്ഞത്? എന്തെങ്കിലും നടക്കുന്നുണ്ടോയെന്ന്. ഇപ്പം അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പച്ചവെള്ളം പോലെ നീ പറഞ്ഞല്ലോ. എന്തായാലും കൊള്ളാം. മേലിൽ ആ പെൺകുട്ടി ഈ വീട്ടിൽ വരരുത്. നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും പോയി പകൽ സമയത്ത് നിങ്ങളുടെ സമയം ചെലവഴിക്കുക. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുക. ഭാവിയിലുണ്ടാകുന്ന നിന്റെ എല്ലാ കുഴപ്പങ്ങൾക്കും നീ തന്നെയായിരിക്കും ഉത്തരവാദി. ഞാനോ നിന്റെ അച്ഛനോ അതിൽ യാതൊരു വിധത്തിലുമുള്ള ഭാഗവാക്ക് ആകെയില്ല. എഴുതി ഞാൻ തരാം എന്ന് പറഞ്ഞു. അമ്മേ, അങ്ങനെ പറയരുത്. ഇതൊക്കെ കുട്ടിക്കാലത്തെ ഒരു കുസൃതിയായിട്ട് കണ്ടാൽ പോരെ? ഇതാണോടി കുട്ടിക്കാലം? മുതിർന്നങ്ങ് മൂക്കിൽ നര വന്നപ്പോഴാണ് കുട്ടിക്കാലം. അപ്പോൾ അമ്മയ്ക്ക് ഇതെല്ലാം അങ്ങ് അസൂയാണ്. കാര്യം അമ്മയുടെ ജീവിതത്തിൽ അമ്മ ആഘോഷിച്ചിട്ടില്ല. പിന്നെ അച്ഛനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഫ്രസ്ട്രേഷനാണ്. നിന്റെ അച്ഛനെ ഭർത്താവായി കിട്ടിയതിൽ എനിക്ക് ഫ്രസ്ട്രേഷനാണെന്ന് ആരാടി പറഞ്ഞത്? അമ്മ പലപ്പോഴും ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ വരുമ്പോഴും അമ്മയുടെ മുഖം തെളിയാറില്ല. അമ്മ അസംതൃപ്തയായ ഒരു ഭാര്യയാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് എന്ത് കണ്ടാലും പ്രശ്നം ഉണ്ടാകുന്നത്. അമ്മയ്ക്ക് എന്നാണോ സംതൃപ്തി ഉണ്ടാകുന്നത് അന്ന് മാത്രമേ അമ്മയുടെ സംശയം മാറുകയുള്ളൂ. അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അപ്പോൾ എല്ലാം എൻ്റെ കുറ്റമാ? നീ കുറ്റക്കാരിയല്ലേ? ഞാൻ കുറ്റക്കാരിയാണെന്ന് പറയാൻ പറ്റില്ല. ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും. ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെയാണ്. പക്ഷേ അമ്മ ജീവിക്കാൻ മറന്നുപോയൊരു സ്ത്രീയാണ്. അമ്മ ഒരു സൗകര്യങ്ങളും ഉപയോഗിച്ചില്ല. എന്നിട്ട് ഇപ്പോൾ സംശയവും മോങ്ങുകയും ഒന്നും ചെയ്യരുത് എന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് എൻ്റെ മകൾക്ക് ഞാനും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളും അറിയില്ലെന്നാണ്. പക്ഷേ എൻ്റെ മകൾ അതെല്ലാം സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നെന്നും പ്രായമായപ്പോൾ അവൾക്ക് എൻ്റെ കുഴപ്പങ്ങൾ മനസ്സിലായെന്നും മനസ്സിലായി. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇനി മേലില്ലാ പെണ്ണ് ഇവിടെ വരരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ദേഷ്യപ്പെട്ടു. മകൾ മുറിയിലേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും നന്ദന എൻ്റെ അടുത്തേക്ക് വന്നു. ആൻറ്റി, ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചെന്ന് അവൾ എന്നോട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. കാര്യം എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പണ്ട് തൊട്ടേ ഞാൻ കണ്ടു പഴകിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ കുറച്ച് മോഡേണാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. ആരെയും വഴിതെറ്റിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആൻറ്റിയും ഭർത്താവും തമ്മിൽ ഒരു രീതിയിലുള്ള അടുപ്പമില്ലെന്ന്. അത് നിനക്കെങ്ങനെ അറിയാം? അത് അവൾ എന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭർത്താവിനെ കാണുമ്പോൾ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലാത്തതുപോലെയാണ് പെരുമാറുന്നത്. അവർ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്നേഹബന്ധം വർഷങ്ങളായി ഉണ്ടോയെന്ന് സംശയമാണെന്ന് പോലും അവൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻറ്റി ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. ജീവിതത്തിൽ സ്നേഹവും സാന്ത്വനവും ഒന്നും കിട്ടുന്നില്ല. അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ് മോളെ. അല്ല, എൻ്റെ തെറ്റിദ്ധാരണയല്ലെന്ന് സ്വന്തം മകൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ആൻറ്റി ശരിയായിരിക്കാം. വഴി തെറ്റിപ്പോകാൻ എളുപ്പമാണ്. വഴി തെറ്റാതെ ഇരിക്കാനാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ആൻറ്റിക്ക് ഇതിൻ്റെ ഒന്നും മഹത്വം അറിയില്ല. ഒരു വട്ടമെങ്കിലും അത്യാധുനികമായ സംവിധാനങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. അപ്പോൾ ആൻറ്റിക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഇല്ലെങ്കിൽ ആൻറ്റിക്ക് വേറെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കണ്ണടയ്ക്കാം. ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും തോന്നിയാസം ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളും എൻ്റെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണോ? അങ്ങനെയല്ല ആൻറ്റി, ഞങ്ങളിവിടെ തോന്നിയാസൊന്നും കാണിക്കുന്നില്ല. ഇത് വലിയ കാര്യമൊന്നുമല്ല. ഏതെങ്കിലും ഹോസ്റ്റലോ അല്ലെങ്കിൽ സ്ത്രീകളുടെ മുറികളോ ഒക്കെ പോയി നോക്കൂ. ഇത് 20 വർഷം മുമ്പുള്ള കാലഘട്ടമല്ല. ഇപ്പോൾ അതൊക്കെ മാറി ആൻറ്റി എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അവൾ പറഞ്ഞു, ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരെണ്ണം വരുത്തി തരട്ടെ? ഒന്ന് പോവണേ. അല്ല, ആൻറ്റിക്ക് ഞാൻ ഒരെണ്ണം വരുത്തി തരും. ഇപ്പോൾ അടുത്ത ആഴ്ച തന്നെ വരും. അത്യാധുനികമാണ്. ഞാനത് ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞു തരാം. ആൻറ്റി ഇനിയെങ്കിലും ഇത്തരം പഴയ കൺസെപ്റ്റിൽ നിന്ന് വെളിയിൽ വാ. ഒന്ന് പോവണേ, എനിക്കിതൊക്കെ പേടിയാ. ആൻറ്റി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആൻറ്റി ഇപ്പോൾ കണ്ട് പേടിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊന്നും അങ്ങനെ കണ്ടു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നിയന്ത്രിതമാണ്. യന്ത്രങ്ങളല്ലേ. പ്ലീസ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് അവൾ കുറേ നേരം അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. എന്നോട് വിരോധം തോന്നരുത്. ആൻറ്റിക്ക് ഞാൻ അടുത്ത ആഴ്ച കൊണ്ടുതരാം. വേണ്ട പെണ്ണേ, നീ പോയി തന്നാൽ മതി. എൻ്റെ മോളെ ചീത്തയാക്കാതെ. ആൻറ്റി, ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള ചീത്തയാകലുകളൊന്നുമില്ല. ഞങ്ങൾ പരസ്പരം സഹകരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വഴി തെറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾ പിന്നെ അടുത്ത ആഴ്ച നാണമില്ലാതെ വന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു സാധനം ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ടാന്ന്. അല്ല ആൻറ്റി, ഇതൊന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞ് അടുക്കളയിൽ വെച്ച് തന്നെ അവളത് തുറന്ന് കാണിച്ചു. എനിക്കാണെങ്കിൽ അങ്ങോട്ട് നോക്കാൻ തന്നെ ചമ്മലാണ്. പക്ഷേ അവൾ ദേ എൻ്റെ കൺമുന്നിൽ കൊണ്ടുവന്നിട്ട്, ഒന്ന് പോവണേ, അഹങ്കാരം കാണിക്കാതെ. ആൻറ്റി നോക്ക്, ഇതിൻ്റെ മെക്കാനിക്സ് എങ്ങനെയാണെന്ന് നോക്കൂ എന്ന് പറഞ്ഞ് അവൾ കാണിച്ചു. നോക്കിയപ്പം കൊള്ളാം. അവരുടെ മുറിയിൽ കണ്ടതുപോലെ ഒന്നുമല്ല. ഇത് വേറൊരു ടൈപ്പ്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിന് അഴകളവുകൾ
കറക്റ്റായ പോലെ തോന്നി. നല്ല അഴക്, എന്തോ ഒരു രസം. ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അവളത് പ്ലേ ചെയ്ത് കാണിച്ചു. എന്തൊരു വൃത്തികെട്ട പെണ്ണാ നീ, ഇതൊന്നും വൃത്തികെടുന്നല്ലോ ആൻറ്റി, ആൻറ്റി കാണാൻ പറഞ്ഞു. ഞാൻ കണ്ടു. എനിക്കപ്പോൾ അവളെ ഒന്നും പറയാൻ തോന്നിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ആൻറ്റിക്ക് ഇപ്പോൾ ഇതിൻ്റെ മെക്കാനിസമൊക്കെ അറിയാൻ തോന്നും, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഈ വീഡിയോ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ട്, പിന്നെ ദേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ജെല്ലൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണെന്ന് എൻ്റെ ചെവിയിൽ പറഞ്ഞിട്ട് പെണ്ണങ്ങ് പോയി. മാഡം, ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഈ പിള്ളേരൊക്കെ പറഞ്ഞതുപോലെ ഞാൻ അറുപഴഞ്ചിയാണോ, ഒത്തിരി പ്രായമായോ എനിക്ക് എന്നൊക്കെ തോന്നി. എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നാണോ മാനോ ഇല്ലാത്ത പെണ്ണാണ്. ഈ പെണ്ണിനെ ഇറക്കി വിട്ടാലും പോകില്ല. എന്തായാലും അവൾ തന്ന ഗിഫ്റ്റ് അല്ലേ, ഇന്ന് രാത്രി ആ ഗിഫ്റ്റ് ഞാനൊന്ന് പൊട്ടിക്കും എന്ന് വിചാരിച്ചു. എന്തായാലും രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. എങ്കിലും വീഡിയോ നോക്കി അവൾ പറഞ്ഞതുപോലെ കുറച്ച് ചമ്മലോടുകൂടിയാണെങ്കിലും ഞാൻ നേരം പോക്കി. ആദ്യമുണ്ടായിരുന്ന ഭയങ്ങളൊക്കെ എനിക്ക് വഴിമാറി. ഞാൻ വിചാരിച്ചതുപോലെയല്ല. കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള ആഹ്ലാദമുണ്ടാകുമെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഓർത്തു, ഒരിക്കലും നിലയ്ക്കുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് ആകുമ്പോഴേക്കും അങ്ങനെയല്ല, തളർവാദം പിടിച്ച ഒരു പക്ഷിയാണ്. ഇതാകുമ്പോൾ തളരില്ല, ഓടിത്തളരാതെ പോകുന്ന ഓമനക്കുട്ടനാണ് എന്നെനിക്ക് തോന്നി. വർഷങ്ങളായി ഞാൻ കാണാത്ത ഏത് കാടാണോ, ഏത് വെള്ളച്ചാട്ടമാണോ, ഏത് പ്രകൃതി ഭംഗിയാണോ അത് എനിക്ക് അവസാനം കാണിച്ചു തന്നപ്പോഴാണ് മനസ്സിലായത്. അവളുമാരെ എനിക്കൊരു തരി പോലും കുറ്റം പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, അവളുമാരെ രണ്ടുപേരെയും ഞാൻ അഭിനന്ദിക്കുകയും വേണം. കാര്യം എനിക്ക് ഇത്രയും അധികം മനോഹരമായ സമ്മാനങ്ങൾ സമ്മാനിച്ച അവർക്ക് ഇത്രയും നാളും ഞാൻ ദുരിതങ്ങളാണല്ലോ സമ്മാനിച്ചതെന്നോർത്തപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി. രാവിലെ അവരെ രണ്ടുപേരെയും ഞാൻ വഴക്ക് പറയാൻ ശ്രമിച്ചു. പക്ഷേ അങ്ങനെ പറയാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കാര്യം അവളുമാരുടെ ഭാഗം വളരെ ശരിയായിരുന്നു. ഇത് എല്ലാം ഒരു സേഫ് വേ ആണ്. പക്ഷേ ഇപ്പോൾ ഇല്ല മാഡം. എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ടേ കുറച്ചുകൂടി സാഹസിക കൃത്യങ്ങളിൽ ഏർപ്പെടേണ്ടതായിരുന്നു. എന്തിനാണ് ഭർത്താവ് ദൂരെയുള്ളപ്പോൾ ഞാൻ വെറുതെ ശീലാവധിയായി വീട്ടിൽ നിന്നത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. യന്ത്രങ്ങൾ എടുത്തു കളഞ്ഞിട്ട് പുറമേ നിന്നുള്ള സഹായങ്ങൾ സ്വീകരിക്കാനുള്ള സമയമായി എന്ന് തോന്നുന്നു. എനിക്ക് വഴിതെറ്റുമോ എന്ന് നല്ല ഭയമുണ്ട് മാഡം. ഞാൻ വഴിതെറ്റിയാൽ പ്രശ്നമുണ്ടോ എന്നാണ് ചോദ്യം. ഇത്തരം സ്വഭാവങ്ങൾ മനുഷ്യന് ഗുണത്തെക്കാളധികം ദോഷമേ ചെയ്യൂ. കാര്യം ഇത്രയും നാൾ വളരെ സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ നിൽക്കുകയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും കാലത്തെ എല്ലാ ക്യാരക്ടറും മറന്ന് ആ ഒരു കാര്യത്തിന് പുറകെ പോകുന്നു. ഇപ്പോൾ അതിലും കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ കൺട്രോളായിട്ട് ജീവിച്ചതും സദാചാരം പറഞ്ഞതുമൊക്കെ എവിടെ? അത്രയും വർഷത്തെ ആ ഒരു നിയന്ത്രണങ്ങളെല്ലാം പെട്ടെന്ന് എങ്ങനെ പോകുന്നത്? അങ്ങനെ ആകരുത് ക്യാരക്ടർ. നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒക്കെ ചിന്തിച്ച് ഒരു കൺട്രോളായിട്ട് വേണ്ട കാര്യങ്ങൾ സ്വീകരിച്ചും വേണ്ടാത്ത കാര്യങ്ങൾ തള്ളിക്കളഞ്ഞും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെയും നമ്മൾ ജീവിക്കണം. അതെന്താണെങ്കിലും. അപ്പോൾ ഈ പറഞ്ഞ യന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും കുട്ടികൾ കൊണ്ടു തന്നതും അവരുടെ ജനറേഷൻ്റെ ഒരു കാര്യമാണ്. അതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങളത് ഉപയോഗിക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ ആ ഒരു യന്ത്രം ഉപയോഗിച്ചു, അത് കൊള്ളാം. ഇപ്പം എനിക്ക് കടലിനകത്തേക്ക് എടുത്തു ചാടാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ മഹത്വം? ഇത്രയും നാൾ നിങ്ങൾ മനസ്സിൽ പിടിച്ചത് എന്തിനാണ്? പെൺകുട്ടികൾ പറയുന്നു, ശരി, ഞങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന്. ചുരുക്കം പറഞ്ഞാൽ അവരുടെ കൺട്രോൾ പോലും നിങ്ങൾക്കില്ലാത്ത വിധം നിങ്ങളുടെ മനസ്സ് മാറിയിരിക്കുന്നു. അത് ശരിയല്ല. എല്ലാ കാര്യത്തിലും കുറച്ചൊക്കെ വേണം. നദിയിൽ കുളിക്കുമ്പോൾ കടലിലേക്ക് അങ്ങ് പോയാലോ, കടലിൽ കുളിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അതത്ര നന്നായിരിക്കില്ല. അതുകൊണ്ട് കൺട്രോൾ ഇല്ലാതെ, ചിന്തകൾ സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുന്ന ഈ സമയത്ത് ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മുതിരരുത്. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ ഒത്തിരി ചിന്തിച്ച് പക്വതയോടുകൂടി മുന്നേറുകയാണെങ്കിൽ പിന്നെയും അതിന് ഒരു സാങ്കത്യമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാതെ നല്ലൊരു വീട്ടമ്മയെ നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്.